ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 2-ാമത്തെ അധ്യായം സാഖ്യയോഗം 60-ാമത്തെ ശ്ലോകമാണ് ചൊല്ലാൻ പോകുന്നത്. യദതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിഭശ്ചിത ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മന യത്നിച്ചാലും മാനസത്തെ മഥിക്കാൻ ശക്തമായിടും ഇന്ദ്രിയങ്ങൾ ഹരിച്ചിടും പുരുഷൻ്റെ മനസ്സിനെ. ഭഗവാൻ പറയാണ്, ഹേ അർജുന, കൗന്ദേയ, യദതഃ വിഭശ്ചിതഃ പുരുഷസ്യ മനഃ അഭി പ്രമാധീനി ഇന്ദ്രിയാണി പ്രസഭം ഹരന്തിഹി. നമ്മൾ ഏറ്റവും വിവേകിയായിട്ടുള്ള മനുഷ്യന്മാർ, അതായത് ഇന്ദ്രിയ സംയമനത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിവേകിയായിട്ടുള്ള മനുഷ്യൻ്റെ മനസ്സിനെ പോലും ഈ ഇന്ദ്രിയങ്ങൾ ബലാത്കാരമായിട്ട് വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൽ നിന്നും കൂടെ നമ്മൾ മോചനം നേടണം എന്നുള്ളതാണ് ഉപദേശിക്കുന്നത്. ഈ പദ്യങ്ങളിലെല്ലാം തന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഇന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിലേക്കുള്ളൊരു മാർഗം കൂടെ ഈ ഭഗവത്ഗീത കാണിച്ചു തരുന്നുണ്ട്. ഭഗവത്ഗീത ശരിക്കും നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. നാരായണീയ പാരായണം പോലെയല്ല. നാരായണീയ പാരായണം വളരെ നല്ലതാണ്, അല്ലാന്നല്ല. ഭഗവത്ഗീതയിൽ നിന്ന് കൂടുതലായിട്ടുള്ള തത്വങ്ങൾ നമ്മൾ പഠിച്ച് അത് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പൂർണ്ണനായിട്ടുള്ള ആത്മാവാണ് ഞാൻ. ആ സത്യം നമുക്കറിയില്ല. നമ്മളുടെ വിചാരം ജീവനാണ്, ദേഹം ജീവൻ. ഇതാണ് ഞാൻ എന്ന നിലയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഇത് അജ്ഞാനാണ്. അപ്പോൾ അജ്ഞാനം നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം ബുദ്ധി തെളിയില്ല. ബുദ്ധിയിൽ ഇരുട്ടി വ്യാപിച്ചു കഴിഞ്ഞാലോ മനസ്സ് അസ്വസ്ഥമാവും. മനസ്സ് അസ്വസ്ഥമായാൽ എന്തു ചെയ്യും? മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കും. എല്ലാ ഇന്ദ്രിയ സുഖങ്ങളും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളും നമ്മളെ ഓരോരോ ചേഷ്ടകൾക്ക് വേണ്ടിയിട്ട് പിടിച്ചു വലിച്ച് കൊണ്ടുപോകും. അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മളാകപ്പാടെ വിഷമത്തിൽ ദുഃഖം കൂടും. സുഖങ്ങളൊന്നും നമുക്ക് സുഖങ്ങളായിട്ട് തോന്നില്ല. യോഗികളും കൂടെ ഇതിൽ നിന്ന് മുക്തരല്ല. അത്രയും ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന യോഗികൾ, എത്രയോ ആ അറിവ് നേടിയിട്ടുള്ള ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന യോഗികൾ പോലും ഈ ഇന്ദ്രിയങ്ങളുടെ പ്രേരണകൾക്ക് വശംവദരാവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിൽ നിന്ന് മോചിതരല്ല എന്ന് അർജുനനോട് ഉപദേശിക്കുകയാണ്. അത് നീ മനസ്സിലാക്കണം. അപ്പോൾ വിവേകമായിട്ടുള്ള ബുദ്ധിയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ചപലമായ മനസ്സിനെ അനുവദിക്കാൻ പാടില്ല. അപ്പം എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ഒട്ടും എളുപ്പമില്ലാത്ത കാര്യമാണ്. ഇന്ദ്രിയങ്ങളെല്ലാതും അടക്കി നിർത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, എങ്ങനെയായാലും അത് നമ്മളെ മനസ്സിനെ ഇളക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ബാഹ്യമായിട്ടുള്ള ഓരോന്നിലേക്കും കാണുമ്പോഴും കേൾക്കുമ്പോഴും രുചിക്കുമ്പോഴും സ്പർശിക്കുമ്പോഴും എല്ലാ ഇന്ദ്രിയങ്ങളും അവരുടെ ശക്തി കൂട്ടിക്കൊണ്ടിരിക്കും. നമ്മളെ ഇങ്ങനെ അതിലേക്ക് ആനയിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ചെറിയ കുട്ടികളെ ജനിച്ച് ഓരോരോ കുസൃതികൾ കാണിക്കുന്ന പ്രായത്തിൽ കുട്ടികൾ എന്ത് ചെയ്താലും നമ്മൾ അവരെ ഒന്നും പറയില്ല അല്ലേ. അത് അവരുടെ കുസൃതി. ചിലപ്പം എല്ലാം എറിഞ്ഞ് പൊട്ടിക്കുക, വടിയെടുത്ത് തല്ലി തകർക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോഴും നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ എന്ത് വിചാരിക്കും? സാരമില്ല, കുഴപ്പമില്ല, ചെറിയ കുട്ടിയല്ലേ, പോട്ടെ വിചാരിക്കും. അല്ലാണ്ട് അവരെ പിടിച്ച് അടിക്കണം എന്നല്ല പറയുന്നത്. എന്നാൽ പോലും ഒന്നും പറയില്ല. എത്ര വികൃതി കാണിച്ചാൽ നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആവർത്തിച്ച് അവരത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ, എന്നാലും ചിലർ പറയും, ചില അമ്മമാരും അച്ഛന്മാരും പറയും, അത് സാരമില്ല, അവൻ കുട്ടിയല്ലേ, ഒക്കെ വലുതാവുമ്പോൾ ശരിയാവുമെന്ന്. അങ്ങനെ ഒരു ശീലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ വലുതായി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാം ശരിയും തോന്നും. പിന്നെ അവരെന്ത് ചെയ്യും? അമ്മയും അച്ഛനെയും അല്ലെങ്കിൽ പാരൻസിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. പിന്നെ അങ്ങനെ ആ ചോദ്യങ്ങൾ കൂടുതലാവുമ്പോൾ അവർക്ക് ചിലപ്പോൾ ദുഷ്പ്രവൃത്തികൾ ചെയ്യണമെന്ന് തോന്നും. അവരെ നിയന്ത്രിക്കാനായിട്ട് അച്ഛനും അമ്മയും വളരെയധികം ബുദ്ധിമുട്ടും.
അതേ സമയത്ത് അവരുടെ ആ കുസൃതിക്ക് ചെറുതായിട്ട് ശിക്ഷ കൊടുക്കുക, അതേപോലെ അവരെ ഉപദേശിക്കുക. ശിക്ഷിക്കുന്നതിൽ കൂടുതൽ ഞാനൊന്നും കുട്ടികളെ അടിക്കാറില്ല. അവരെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുക. സ്നേഹിക്കുക, ആദ്യം സ്നേഹിക്കുക. അതായത് നമ്മൾ അവരെ തല്ലണ്ട. ഇപ്പോൾ കുട്ടി ടീച്ചർ എന്നുള്ള നിലയിൽ മിക്ക ക്ലാസ്സുകളിലും ഞാൻ കേട്ടിട്ടുണ്ട്, ടീച്ചർ നല്ല അടി തരും, അതുകൊണ്ട് ആ വിഷയം ഭയങ്കര പേടിയാണ്, അപ്പോൾ നമ്മൾ പഠിച്ചു കൊണ്ടുപോകും. അങ്ങനെയല്ല, നമ്മൾ ഉപദേശിക്കുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക, മക്കളെ ഇത് പഠിക്കുന്നതുകൊണ്ട് ഇതാണ് കാര്യം, ഇതാണ് മനസ്സിലാക്കൂ, ഇത് നിങ്ങൾക്കുള്ള ഉപയോഗം അല്ലെങ്കിൽ ഇതുകൊണ്ട് പഠിക്കുന്നതുകൊണ്ടുള്ള ഉപകാരം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ടും ഒട്ടും നമ്മുടെ കൺട്രോളിൽ വരുന്നില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ശാസിക്കുക. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ ചെറിയൊരടിയൊക്കെ കൊടുക്കാം. പക്ഷെ അതൊന്നും വേണ്ടി വരാറില്ല. നമ്മൾ സ്നേഹിച്ചാൽ തന്നെ അവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. അവർ നമ്മൾ പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് കേൾക്കുകയും ചെയ്യും. എനിക്കങ്ങനെ കേട്ടോ അനുഭവം. അപ്പോൾ നമ്മൾ ബലാത്കാരമായിട്ട് അവരെ ഒന്നും ചെയ്യരുത്, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത് കുട്ടികളെ. നീ അത് ചെയ്യരുത്, എന്ത് ചെയ്താലും കുറ്റമാണ്, അത് ചെയ്യരുത്, അവിടെ ചെയ്യരുത്, നീ 5 മണിക്ക് പഠിക്കാനിരിക്കേണ്ടതല്ലേ, എന്തുകൊണ്ട് പഠിച്ചില്ല, നീ എന്തിനാണ് ഇത്ര അധികം നേരം കളിച്ചത്. അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ. അത് ഒത്തിരി ദോഷം തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ അങ്ങനത്തെ പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, നേരിട്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ എല്ലാത്തിനും സ്ട്രിക്റ്റാണ്. നമ്മൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് വളരെ കൃത്യമായിട്ട് അളവ് പോലും തെറ്റാതെ ഇന്ന സ്ഥലത്ത് അഴിച്ചു വെക്കണം, ബാഗ് അതിൻ്റെ വള്ളി എല്ലാം ഒതുക്കി വൃത്തിയിൽ വെക്കണം. നല്ല കാര്യങ്ങളാണ്, എല്ലാം നല്ല ചിട്ടകളാണ്. പക്ഷേ ചെയ്തില്ലെങ്കിൽ കഠിനമായിട്ട് ശിക്ഷിക്കുക എന്നുള്ളത് നല്ല ചിട്ടയല്ല. പുസ്തകമൊക്കെ ആ പാരൻസ് വീട്ടിൽ വന്ന അമ്മ ആദ്യം നോക്കുന്നത് ഈ നോട്ട്ബുക്കിൻ്റെയൊക്കെ അറ്റം വളയില്ലേ, നമ്മളുടെ പേജുകളുടെ അറ്റം ഇങ്ങനെ കുറച്ച് വളഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ തുമ്പ ചുരുണ്ട് പോലെ, അതൊക്കെ നോക്കും. എന്നിട്ട് അതെല്ലാം ഇതെന്താ വളയാൻ കാരണം അങ്ങനെയൊക്കെ ചോദിക്കാം. എനിക്ക് നേരിട്ട് അറിയുന്നവരാണ്. അങ്ങനെ നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ ദേഷിക്കാൻ പോയാൽ അവർക്ക് നമ്മളോട് ദേഷ്യം കൂടി വരികയുള്ളൂ. അല്ലാണ്ട് നമുക്ക് ആ കുട്ടികളാണ് ഭാവിയിൽ നമുക്ക് ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായിട്ട് പോവുക. അപ്പോൾ അവരെ അങ്ങനെ ബലാത്കാരമായിട്ട് കൺട്രോൾ ചെയ്യിക്കുകയല്ല വേണ്ടത്. എപ്പോഴും ഞാൻ അവർക്കൊപ്പമുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുക, അവരെ സ്നേഹിക്കുക. എന്നിട്ട് ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് ഉപദേശിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടെ നന്നായിട്ട് വളരും. അതേപോലെ തന്നെ ഇവിടെ എന്താ വേണ്ടത്, നമ്മൾക്ക് ഇന്ദ്രിയങ്ങളെ, നമ്മൾ കഥ കുറച്ച് മാറിപ്പോയില്ലേ, സാറില്ല, ഇന്ദ്രിയങ്ങളെ മുഴുവനും ഒതുക്കി വെക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? എല്ലാ ഇന്ദ്രിയങ്ങളും എപ്പോഴും നമ്മളെ പുറത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എവറസ്റ്റ് കീഴടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരില്ലേ, അതേപോലെ എനിക്കറിയാം അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. പക്ഷേ ഞാൻ അതിന് വേണ്ടി ശ്രമിക്കും. അല്ലാണ്ട് അത് ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാൽ ഞാൻ വെറുതെ ഇരിക്കാൻ പോവാ, എനിക്ക് വേണ്ട എന്നല്ല. ഈശ്വരനിൽ മാത്രം മനസ്സുറപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് സാധിക്കും. അതെങ്ങനെ ഈശ്വരനിൽ മാത്രം മനസ്സുറപ്പിക്കുക? അപ്പോൾ എന്താണ്, ഈശ്വരൻ്റെ ഇതായിട്ടുള്ള ഒരു രൂപമുണ്ട് നമ്മുടെ മനസ്സിൽ, അതിൽ പ്രാർത്ഥിക്കുക, ഈശ്വരൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുക, സത്സംഗം കാണുക, കേൾക്കുക, അത് അനുഭവിക്കുക, ഭഗവാന്റെ പൂജകൾ ചെയ്യുക. മറ്റ് എന്തൊക്കെയാണോ ഭഗവാന്റെ കഥകൾ, ലീലകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ചെയ്യുന്നത്, കേൾക്കുന്നത് വെച്ചാൽ അത് കഴിയുന്നത്ര കേട്ട് എല്ലാം നമുക്ക് ഭഗവാനിൽ സമർപ്പിക്കുക. അപ്പം നമ്മൾക്ക് നമ്മളുടെ കണ്ണ് എന്ന് പറയണത് എന്താണ് കാണുന്നത്? TV അല്ല, അവിടെ ഭഗവാന്റെ രൂപമാണ്. നമ്മുടെ നാവ് എന്താണ് രുചിക്കുന്നത്? ബിരിയാണിയല്ല, അതിന് പകരം ഭഗവാന്റെ പ്രസാദമാണ്. മറ്റൊന്നും അരുതെന്നല്ല, അത് ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടത്ര അനുഭവിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മുടെ മൂക്കുകൊണ്ട് നമ്മൾ ഭഗവാന്റെ ആ ബിരിയാണിയുടെ മണമല്ല, അതിന് പകരം ഈ ചന്ദനത്തിരിയുടെയും ചന്ദനത്തിരി കത്തുമ്പോഴുള്ള സുഗന്ധവും കർപ്പൂരം കത്തിക്കുമ്പോഴുള്ള സുഗന്ധവും അതെല്ലാം ആസ്വദിക്കുക. അങ്ങനെ നമ്മൾ ഭഗവാന്റെ എല്ലാതും ആസ്വദിക്കാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഴുവനും ഇതിലേക്ക് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഈ സാധകന്മാർ ചിലർ എങ്ങനെയാ വെച്ചാൽ കുറേ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തോന്നും അത്രയൊക്കെ മതി, കാരണം എനിക്ക് നല്ല മനസ്സമാധാനം ഇപ്പോൾ കിട്ടുന്നുണ്ട്, അപ്പോൾ ഇനി ആവശ്യമില്ല എന്ന് പറയുമ്പോഴേക്കും ഈ ഇന്ദ്രിയങ്ങൾ വീണ്ടും അവരെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകും. അപ്പോൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ച പോലെയായിട്ട് പോവും. ഓക്കെ. ഇനി വീണ്ടും അടുത്ത ശ്ലോകത്തിൽ കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത ശ്ലോകം 61-ാമത്തെ
താനി സർവാണി സംയമ്യ യുക്ത ആസീത മൽപര വശേ ഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. എല്ലാം ഒതുക്കി നീ എന്നിൽ തന്നെ താൽപ്പര്യമേ മൂലുക. ഇന്ദ്രിയങ്ങൾ വശപ്പെട്ടാൽ സ്ഥിതപ്രജ്ഞനായിടും. സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങളാണല്ലോ പറയുന്നത്. താനി സർവാണി സംയമ്യ മൽപരഹ യുക്ത ആസീത. എന്നെ തന്നെ മനസ്സിൽ ഏകാഗ്രമാക്കിയിട്ട് വയ്ക്കൂ, ബാക്കി എല്ലാവരെയും കീഴടക്കൂ. ഹി യസ്യ ഇന്ദ്രിയാണി വശേ തസ്യ പ്രജ്ഞാഹ പ്രതിഷ്ഠിത. അപ്പോൾ അങ്ങനെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കി വെച്ച് കഴിഞ്ഞാൽ അയാളെ സ്ഥിതപ്രജ്ഞനെന്ന് വിളിക്കാം. അപ്പോൾ ഈ വിഷയങ്ങളുടെ പിന്നാലെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പായുമ്പോൾ അതിനെ അല്ലേ, അങ്ങനെ വികൃതി കാണിക്കുകയാണെങ്കിൽ കുട്ടിയെ അടക്കി നിർത്തണം എന്ന് പറയണ പോലെ ഈ ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തുക തന്നെ വേണം. അത് സാരമില്ല, അത് മനസ്സിൻ്റെ സ്വഭാവമല്ലേ. അതിനെ തടഞ്ഞങ്ങനെ വെക്കാൻ പാടില്ലല്ലോ, ബലാത്കാരമായിട്ട് തടഞ്ഞു വെക്കാൻ പാടില്ലല്ലോ. ബലാത്കാരമായിട്ട് തടഞ്ഞു വെക്കരുത്, എന്നാലും അത് നമ്മുടെ ആരോഗ്യത്തിന് കേടല്ലേ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബലാത്കാരമായിട്ടല്ല തടയേണ്ടത്. മെല്ലെ മെല്ലെ നമ്മുടെ ചിന്തകളെ ഭഗവാനിലേക്ക് മാറ്റിയിട്ട് ഇതിനെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ നശ്വരം ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ സുഖങ്ങളാണ് കിട്ടുക. അത് ഏറ്റവും വലിയ സുഖങ്ങളല്ല, അതിനേക്കാൾ എത്രയോ മടങ്ങ് ശ്രേഷ്ഠമാണ് നമുക്ക് ഈ ധ്യാനത്തിലൂടെ കൈവരുന്ന ശാന്തി. അത് മനസ്സിലാക്കണം. അതിനാണ് ഈ പണ്ടത്തെ ഋഷിമാരൊക്കെ നമ്മളെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ എത്രയോ ജന്മങ്ങളിലായിട്ട് നമ്മുടെ ഉള്ളിൽ ധാരാളം മലിനവാസനകൾ കെട്ടിക്കിടപ്പുണ്ട്. ഇത് മുഴുവനും തീരണം. ഇത് നമ്മൾ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ടല്ലേ, ഓരോ ജന്മം കഴിയുമ്പോഴും നമ്മുടെ കൂടെ പാവങ്ങളുടെയും പുണ്യങ്ങളുടെയും ഒരു ഭാണയേറ്റിയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ മലിനവാസനകൾ മുഴുവനായിട്ടും തുടച്ച് നീക്കുക എന്ന് പറയണത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനെ ഏകാഗ്രമായിട്ട് നിർത്തണം. അപ്പോൾ ഭഗവാനിലേക്ക് മനസ്സ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ മാലിന്യം നീങ്ങിപ്പോവും. അപ്പോൾ അവിടേക്ക് അടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ വിഷയങ്ങൾ അതിലേക്ക് വരുമ്പോൾ ഭഗവാനിലെ അവിടെ ഇരിക്കുന്നത്, അപ്പോൾ അതിലേക്ക് വരാനായിട്ട് പറ്റില്ല. അങ്ങനെ നമുക്ക് ഇന്ദ്രിയങ്ങളെ സ്വാധീനത്തിൽ വരുത്താനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കുന്ന ആളെയാണ്, ഈ സിദ്ധിയൊക്കെ നേടിയ ആളെയാണ് നമ്മൾ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നത്. ഇതൊക്കെ അർജുനന് വിശദീകരിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഭഗവാനെ പറ്റിയിട്ട് ഭഗവാന്റെ വൈഭവം അറിയാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രിയങ്ങൾ അല്ലേ, നമ്മൾ അടി കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ചീത്തവാക്കുകൾ രണ്ടുപേര് തമ്മിൽ അടികൂടുകയാണ്, ചീത്തവാക്കുകൾ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരാൾ. അപ്പോൾ ആരാണോ ഏറ്റവും ഉറക്കെ ചീത്തവാക്ക് അങ്ങോട്ട് പറയുന്നത് അയാൾ ജയിക്കുന്ന അയാൾ വിചാരിക്കുന്നു. പക്ഷേ നേരെ തിരിച്ച് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത ആൾ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അയാൾ എന്തേലും പറയട്ടെ, ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒന്ന് മൗനമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും? ഒരു 10 സെൻറ്റൻസ് പറയാമെന്ന് വിചാരിച്ച് 2-3 സെൻറ്റൻസ് പറഞ്ഞ് അയാൾ ഒന്നും മിണ്ടുന്നില്ല, ഓപ്പോസിറ്റിലുള്ള ആളൊന്നും മിണ്ടുന്നില്ലെങ്കിൽ തന്നെ നിർത്തും. അതേപോലെ ഇവിടെ ഇന്ദ്രിയങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല, ഭഗവാനാണ്. അപ്പോൾ ഒന്നിനും എല്ലാം ഒരുപോലെയാണ്, നിസ്സംഗതയാണ്. ഏത് ഇന്ദ്രിയങ്ങൾ ആയാലും എല്ലാം നിസ്സംഗമായി കഴിഞ്ഞാൽ അവർ സ്വയം അടങ്ങിക്കോളും. അല്ലാണ്ട് ബലാത്കാരമായിട്ട് നമ്മൾ ചെയ്യരുത്. ഇന്ദ്രിയങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണില്ലെങ്കിൽ പിന്നെ കാണില്ലല്ലോ എന്ന് വിചാരിച്ച് കണ്ണ് കുത്തി പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ചെവി കേൾക്കാതാക്കാൻ പഞ്ഞി വെച്ച് മൂടുകയോ അങ്ങനെയല്ല. നമ്മളതിനെ ഒരു മൃഗത്തിനെ ഇണക്കി എടുക്കുന്ന പോലെ, മെരുക്കി എടുക്കുന്ന പോലെ ആ ഇന്ദ്രിയങ്ങളെ മെല്ലെ മെരുക്കി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇന്ദ്രിയവും മനസ്സും എല്ലാം ഭഗവാന്റെ താഴെ, അതായത് ഭഗവാന്റെ ദാസന്മാരായിട്ട് മാറിക്കോളും. അപ്പോൾ ഇനി വീണ്ടും അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, അടുത്ത 2 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചെല്ലാൻ പറ്റില്ല, എന്നാലും അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് ആത്മനിയന്ത്രണം സാധിക്കാത്തവന് എന്തൊക്കെ അപകടങ്ങളാണ്, എന്തൊക്കെ അനർത്ഥങ്ങളാണ് വന്നു ചേരുക എന്ന് ഞാൻ പറഞ്ഞു തരാം, അല്ലയോ അർജുന കേട്ടോളൂ എന്നാണ്. അത് 62, 63 ഒരുമിച്ചേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എത്തില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം ചൊല്ലാം. ഓക്കെ. അസ്മിൻ പരാത്മകൽപ്പേതുമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസവിഷ്ണോ.